പൂക്കളത്തേൽ അഗ്രി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയതായിട്ട് വന്ന കുറച്ച് സ്റ്റോക്കുകളെ പറ്റിയാണ് ഇന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വന്ന പുതിയ ഒരു സ്റ്റോക്കാണ് വെള്ള മുസാണ്ട. നല്ല മനോഹരമായ നിറഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് നല്ല വലിപ്പമുള്ള ചട്ടിയിൽ നല്ല മനോഹരമായ ചെടിയാണ് വെള്ള മുസാണ്ട. അത് എല്ലാ സമയത്തും കിട്ടുന്നില്ല, ചില സമയത്തൊക്കെ അതിന് വളരെ ലഭ്യമല്ലാത്തൊരു ഇനമാണ് വെള്ള മുസാണ്ട. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാം മെക്കഡാമിയ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ചെടി. ഇതിൻ്റെ പഴത്തിന് ഡ്രൈ ഫ്രൂട്ടായി കിട്ടുന്നുണ്ട്, ഭയങ്കര വിലയാണ്. അങ്ങനെ അതിൻ്റെ തൈ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. പിന്നെ ടിക്കോമ, മഞ്ഞ കളറിലുള്ള ടിക്കോമ വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഫ്ലോറ എന്ന് പറഞ്ഞ ഒരു ചെടി, നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു ചെടിയാണ് ഫ്ലോറ. അത് നല്ല ഒരു കുറ്റിച്ചെടിയായിട്ട് വരുന്ന ഒരു ചെടിയാണ്. നല്ലോണം പൂക്കളുണ്ടാവും, നല്ല മനോഹരമായ ചെടിയാണ്. നല്ല നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് ചെടികൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ ബോൾ അരേലിയ ഉണ്ടോ, നല്ല ഇത് വെയിൽ കൊള്ളും തോറും ഇതിൻ്റെ മഞ്ഞ കളർ കൂടി വരും. അത് വെയിൽ തണ വെക്കണം. നല്ല മഞ്ഞ കളറിൽ ഉണ്ടാകുന്ന ചെടിയാണ്. നല്ല എപ്പോഴും വെയിൽ വേണം. തണലത്ത് വെച്ചാൽ ഈ മഞ്ഞയ്ക്ക് പച്ച കളറായിരിക്കും. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, മഞ്ഞയുണ്ട് പച്ചയുണ്ട്. ഇത് മഞ്ഞ ഇനത്തിൽപ്പെട്ട ചെടിയാണ്. കൂടാതെ നമ്പ്യാർവട്ടം പച്ച കളറിലുള്ളതുണ്ട്. അതിൻ്റെ തന്നെ മഞ്ഞ കളറും വന്നിട്ടുണ്ട്. വെള്ളയും ഈ മഞ്ഞയും പച്ചയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ മഞ്ഞ എപ്പോഴും വെയിലത്തായിരിക്കണം. വെയിൽ കൊണ്ടാൽ മാത്രമേ അതിന് കളറ് കിട്ടത്തുള്ളൂ. അത് ഷെയ്ഡിലിരിക്കുമ്പോൾ അതിന് പച്ച കളറായി വരും. അതിന് നമ്പ്യാർവട്ടത്തിൻ്റെ വലിയ സൈസ് കൂടെ വന്നിട്ടുണ്ട്, വലിയ സൈസ്. പിന്നീട് വന്നത് മെലസ്റ്റോമ. കാണാൻ നമുക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തും ധാരാളം കാണുന്ന ചെടിയാണ് മെലസ്റ്റോമ. ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്ന നല്ല വയലറ്റ് കളറുള്ള മെലസ്റ്റോമയാണ്. അത് നിറയെ പൂക്കളുണ്ടാകുന്ന കാരണം മുഴുവൻ മുട്ടകളാണ് ഇപ്പോൾ ഉള്ളത്, വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചെടി നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. അതുകൂടാണ്ട് വെള്ള ചെത്തി, മിനിയേച്ചർ ടൈപ്പ് വെള്ള ചെത്തി വന്നിട്ടുണ്ട്. നല്ല പൂക്കളാണ്, നല്ല വിരിഞ്ഞ് എല്ലാവരും നല്ല മൊട്ടും പൂവായിട്ടിരിക്കുന്ന വെള്ള ചെത്തി ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ യുജീനിയയുടെ ചെറിയ പാക്കറ്റ്, കവറിലുള്ളത് ചെറിയ പാക്കറ്റ് യുജീനിയ വന്നിട്ടുണ്ട്. ഇതറിയാം, നമ്മൾ ഇതിൻ്റെ കൂമ്പ് വരുമ്പോൾ അതിൻ്റെ നല്ല മനോഹരമാണ്. ഇത് വെട്ടി ഒരുക്കി നമുക്ക് ഏത് രീതിയിൽ ഷേപ്പിൽ നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് യുജീനിയ. അതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. കൂടാതെ ടെർമിനാലിയ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഇത് നല്ല മനോഹരമായ ചെടിയാണ്. ഇത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരുന്നതാണ്. നല്ല വെയിൽ കൊള്ളുന്നിരിക്കുകയാണ്. നല്ല മനോഹരമായ ചെടിയാണ്. അതിൻ്റെ വെരിക്കേറ്റഡ് ഇലയാണ്. അതിൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നൊരു ചെടിയാണ്. അതിൻ്റെ സ്റ്റോക്കുണ്ട്. കൂടാതെ മാണ്ടിവില്ലയുടെ ചെടി ഇപ്പോൾ സ്റ്റോക്കിൽ നില വന്നിട്ടുണ്ട്. മഞ്ഞ കളറുള്ള മാണ്ടിവില്ല, ധാരാളം പൂക്കളുണ്ടാകുന്നതാണ് മാണ്ടിവില്ല. മഞ്ഞ പൂവാണ് ഇതിൻ്റെ മാണ്ടിവില്ലയുടെ കളറ്. നല്ലവണ്ണം പൂക്കളുണ്ടാകുന്നതാണ്. ക്രീപ്പർ ടൈപ്പാണ്, അത് സപ്പോർട്ട് വേണം. കൂടാതെ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, ഇത് റോബസ്റ്റയുടെ വാഴത്തൈയാണ്. ചെറിയ ചുവപ്പ് കളറിൽ വരുന്ന ഇത് മറ്റേ ചെങ്കതിലയുടെ തൈയാണ്. കൂടാതെ കിൻഡൽ വാഴയുടെ സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട വാഴയുടെ തൈയുണ്ട്. അത് കാണിച്ചു തരാം. സ്വർണ്ണമുഖിയുടെ ടിഷ്യൂ കൾച്ചർ വന്നിട്ടുണ്ട്. പിന്നെ അഡീനിയം, ശംഖുപുഷ്പത്തിൻ്റെ നല്ല വയലറ്റ് കളറുള്ള പൂവാണ്, അതിൻ്റെ ചെടി വന്നിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ സൈപ്രസ്, നല്ല ഹൈറ്റുള്ള, എന്നേക്കാൾ ഹൈറ്റുള്ളതാണ്, അതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 10 മണിയുടെ ചെടി വന്നിട്ടുണ്ട്. ടേബിൾ റോസ് എന്ന് പറഞ്ഞ അതിനകത്ത് നല്ല കട്ടപ്പൂവ്, സിംഗിൾ പൂവ്, അങ്ങനെയുള്ള അതിൻ്റെ പൂക്കളുടെ ചെടി വന്നിട്ടുണ്ട്. നമുക്ക് കൂടാതെ ഇപ്പം പുതിയതായിട്ട് വന്നത് പീസ് ലില്ലി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ആന്തൂറിയം വിഭാഗത്തിൽപ്പെടുന്നൊരു ചെടിയാണ്. നല്ല വെള്ള പൂക്കൾ ഇതിനകത്തുണ്ടാവും.
നല്ല മനോഹരമായ പൂക്കളാണ്. നമ്മൾ കർണാടകത്തിൽ ഈ തണുപ്പ് മടിക്കേരി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇഷ്ടംപോലെ ഇതിൻ്റെ പൂക്കൾ കാണാം. പിന്നെ വന്നത് ബുഷ് പെപ്പർ, കുറ്റി കുരുമുളക് ഉണ്ടോ, കുരുമുളക് ഇപ്പോൾ പിടിക്കാൻ തുടങ്ങി. ബുഷ് പെപ്പർ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. സാധാരണ വീടുകളിൽ സ്ഥലം കുറവുള്ളവരൊക്കെ ചെയ്യുന്നതാണ്. ടെറസിൻ്റെ മുകളിലൊക്കെ ചട്ടിയിലോ അല്ലെ ബാഗിലൊക്കെ ആക്കിയിട്ട് അത് ചെയ്യുന്നൊരു ചെടിയാണ് ബുഷ് പെപ്പർ. അതിൻ്റെ തൈ സ്റ്റോക്ക് ഉണ്ട് ഇപ്പം. കൂടാതെ റംബുട്ടാൻ്റെ ചെറിയ തൈ, നിലവിൽ നമുക്ക് വലിയ കവറുള്ള വലിയ തൈകളുള്ള ഇപ്പോൾ ചെറിയ തൈ വന്നിട്ടുണ്ട്. നല്ല NIT വിഭാഗത്തിൽപ്പെട്ട നല്ല ചുവന്ന റംബുട്ടാനാണ്. നല്ല ഇഷ്ടംപോലെ അതിൻ്റെ കായ് മാംസള ഭാഗത്ത് വിട്ട് കിട്ടുന്നതാണ്. അങ്ങനത്തെ റംബുട്ടാൻ വന്നിട്ടുണ്ട്. നല്ല കറിവേപ്പിൻ്റെ തൈ, നല്ല കറുപ്പ്, നല്ല കളർ, നല്ല ബുഷായിട്ടുള്ള നല്ല കറിവേപ്പിൻ്റെ തൈ വന്നിട്ടുണ്ട്. പിന്നെ ആത്തയുടെ തൈ, ഇത് ഗോൾഡൻ ആത്തയാണ്. ഗോൾഡൻ വന്നിട്ടുണ്ട്, ഗ്രീൻ വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്. ഗ്രീൻ്റെ വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്. 3 ഐറ്റം ആത്തയുടെ തൈ വന്നിട്ടുണ്ട്. അതുകൂടാതെ വന്നതാണ് നമ്മുടെ ചെറുനാരകം. ആൾക്കാർ പറയുന്നത് നാരങ്ങയെ പിടിക്കുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ മുകളിൽ കാണാം നമ്മൾ നാരങ്ങയെ പിടിച്ചിരിക്കുന്നത്. ചെറുനാരകത്തിൻ്റെ വലിയ തൈയുമുണ്ട്, ചെറിയ തൈയും വന്നിട്ടുണ്ട്. നാരങ്ങ പിടിച്ചിരിക്കുന്നുണ്ടോ നല്ലത്. അതിൻ്റെ ചെറിയ തൈ ഇതിപ്പോൾ നാരങ്ങ വേഗം പിടിക്കുന്നതാണ്, ഇത് പെട്ടെന്ന് പിടിക്കുന്നതാണ്. ചെറുനാരകത്തിൻ്റെ തൈ വന്നിട്ടുണ്ട്. പിന്നെ ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈയുണ്ട്. ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈ നല്ല തൈയുണ്ട്, നമ്മുടെ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ വന്നത് കടപ്പലാവിൻ്റെ തൈ. നമുക്കറിയാം ഇത് കടപ്പലാവ് 2 സൈസിൽ ലെയറിങ് വരുന്നുണ്ട്, ബഡ്ഡിങ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ബഡ് ചെയ്ത തൈയാണ്. അത് നോക്കിയാൽ അറിയാം. തൈ നല്ല ബഡ് നിന്ന് കിളുത്തു വന്നിരിക്കുന്നത് അറിയാം. ബഡ് ചെയ്ത തൈ വന്നിട്ടുണ്ട്. പിന്നെ കാലാപ്പാടി മാവിൻ്റെ തൈ, വന്നിട്ടുണ്ട്. ഇതതിൻ്റെ പൂവ് ഇപ്പം വന്നിട്ടുണ്ട്. പൂവെല്ലാം കാണാൻ നമുക്ക്. കാലാപ്പാടി മാവിൻ്റെ വേഗം പൂക്കുന്നതാണ്, പെട്ടെന്ന് ഫലം തരുന്നൊരു മാവിൻ്റെ ഇനമാണ് കാലാപ്പാടി. ഇതെല്ലാം പൂ വന്നിട്ടുണ്ട്. പിന്നെ രക്തചന്ദനം തൈ, അതും അപൂർവമായിട്ട് കിട്ടുന്നതാണ്. രക്തചന്ദനത്തെ തൈയുണ്ട്. പിന്നെ വേറെ ഐറ്റമാണ് ഇസ്രായേൽ അത്തി. ഇതിപ്പോൾ തന്നെ കായ ഉണ്ടാവും ഇതിന് മുകളിൽ. ഇത് നേരിട്ട് പഴം കഴിക്കാൻ പറ്റുന്ന ഒരു അത്തിയാണ്. അതിൻ്റെ കായ് വന്നിട്ടുണ്ട്, ഫലം തുടങ്ങിയതാണ്. ഇസ്രായേൽ അത്തി, അതിൻ്റെ വലിയ കായ ഇതിനകത്തുണ്ട്. പെട്ടെന്ന് കായ്, ഇത് നമുക്ക് നേരിട്ട് കഴിക്കാം, പ്രോസസ്സൊന്നും ചെയ്യേണ്ട, നേരിട്ട് പഴം കഴിക്കാൻ പറ്റുന്ന ഒരു അത്തിയാണ് ഇസ്രായേൽ അത്തി. കൂടാതെ ബുഷ് ഓറഞ്ചിൻ്റെ തൈ വന്നിട്ടുണ്ട്. കണ്ടോ, നിറച്ച് ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്. കേട്ടോ, ചെറിയ ഓറഞ്ച്, ബുഷ് ഓറഞ്ച്. ഇതെല്ലാം നല്ല നിറച്ച് പൂക്കളൊക്കെ ആയിട്ട്. നമ്മുടെ ചെടികൾക്ക് ഇതിനു മുമ്പ് വന്ന ചെടിയുടെ ഒരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർ അത് കാണുക. കൂടാതെ ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാൻ നമ്മൾ സംവിധാനം ഒരുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെടി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.